കുറച്ച് നാളുകളെ നമ്മുടെ എല്ലാം ശ്രദ്ധ എന്നുള്ളത് വലിയ വിജയങ്ങളിലാണ്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഉജ്ജ്വലമായ വിജയം, അല്ലെങ്കിൽ ഒരു പാർട്ടി നേടിയെടുക്കുന്ന അധികാരം, നാം വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം ജയിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആവേശം തോന്നാറുണ്ട്. കാരണം നമ്മൾ അതിനെ കാണുന്നത് ഒരു ആശയത്തിന്റെ പൂർണ്ണമായ വിജയം എന്ന നിലയിലാണ്. എന്നാൽ ഇവിടെ ഒരു മർമ്മപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. ഈ ലോകത്തിൽ പണവും പദവിയും സ്ഥാനമാനങ്ങളും നേടി മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ? സത്യം പറഞ്ഞാൽ ഈ ലോകം നമുക്ക് നൽകുന്ന എല്ലാ വിജയങ്ങളും അത് വെറും ക്ഷണികമായ വിജയങ്ങളാണ്. അത് താൽക്കാലികമാണ്. ഒരു നേതാവിന് കിട്ടുന്ന കസേര പോലും അത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മാറും. ഏറ്റവും വലിയ സമ്പത്തും പ്രശസ്തിയും സ്വാധീനങ്ങളും നമ്മുടെ ജീവിതാവസാനത്തോടെ നമ്മിൽ നിന്ന് വേർപെട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതം എന്നുള്ളത് അത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ഒരു ആവി മാത്രമാണ്. അതുകൊണ്ട് ഒരു ആവിയിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ നിത്യതയിൽ നിക്ഷേപിക്കുന്നതിലാണ്. ഇവിടെയാണ് വേദപുസ്തകം നമുക്ക് യഥാർത്ഥ വിജയത്തിന്റെ വഴി നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരുന്നത്. വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ വിജയമെന്നത് പുറം ലോകത്ത് നാം നേടുന്ന ഏതോ ഒരു അംഗീകാരമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ആത്മീയമായ ഒരു മനോഹരമായ പരിവർത്തനമാണ്. നമുക്കിവിടെ വേണ്ടത് നീതിന്യായത്തിന്റെ സിംഹാസനമല്ല, മറിച്ച് നീതി പ്രവർത്തിക്കുവാനും ദയ കാണിക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമുള്ള ഒരു മനോഹരമായ മനസ്സാണ് നമുക്ക് വേണ്ടത്. യേശുക്രിസ്തുവിന്റെ വിജയം ഈ ലോകത്തിൽ ഒരു രാജ്യം സ്ഥാപിക്കുന്നതിലായിരുന്നില്ല, പകരം തന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കുന്നതിലായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യവും ദൈവത്തെ നിറവേറ്റുക എന്നുള്ളത് തന്നെയായിരിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചു നേടുന്ന ഡിഗ്രിയോ ഒന്നുമല്ല, മറിച്ച് അവന്റെ ഹൃദയത്തിൽ വിളയുന്ന ആത്മാവിന്റെ ഫലങ്ങളാണ്. ഈ ഗുണങ്ങളാണ് ഒരു രാജ്യത്തിന് നൽകാൻ കഴിയാത്ത നിത്യതയിലേക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും കാണുന്നവയെല്ലാം അത് താൽക്കാലികമാണ്. എന്നാൽ കാണാത്തവ, അതായത് നമ്മുടെ വിശ്വാസം, നമ്മുടെ സ്വഭാവം, ദൈവവുമായുള്ള നമ്മുടെ മനോഹരമായ ബന്ധം എന്നിവ അത് നിത്യമാണ്. ഈ ലോകത്തിന്റെ പ്രശസ്തിയെ നമ്മുടെ വിശ്വാസം കൊണ്ട് അതിജീവിക്കുമ്പോഴാണ് നാം വേദപുസ്തക കാഴ്ചപ്പാടിൽ യഥാർത്ഥ വിജയികളായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയെ ക്ഷണികമായ വിജയങ്ങളിൽ നിന്ന് മാറ്റി നിത്യതയിലേക്ക് നയിക്കുന്ന ആന്തരിക വിജയത്തിലേക്ക് നമുക്ക് തിരിക്കാം. ഗോഡ് ബ്ലെസ് യു.